Good morning, YouTube. It's me, your favorite Libran Abdul Salam Jamal Muhammad. So, ഇപ്പോൾ നമ്മൾ കണ്ണൂർ നിൽക്കുകയാണ്. ഇന്നലെ നമുക്ക് പിന്നെ കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഫ്രണ്ടിനെ നേരെ അവിടെ ആക്കിയിട്ട് ഞാൻ നേരെ കണ്ണൂരേക്ക് വരികയാണ്. ഇത് ഒരു ഇടയ്ക്ക് പാലക്കാട് ഒരു പള്ളിയിലൊക്കെയാണ് നമ്മൾ കയറി കിടന്നത്. ഇടയ്ക്ക് നല്ല ഉറക്കക്ഷീണം വന്നു. പള്ളിയിലും പിന്നെ ബസ് സ്റ്റോപ്പിലൊക്കെ കിടന്ന് അങ്ങനെയൊക്കെയാണ് എത്തിയത്. രാത്രി ഒരു 8-8:30 മണിയായി നമ്മൾ വീട്ടിലെത്തിയപ്പോൾ. വീട്ടിൽ മീൻസ് എൻ്റെ മാമാടെ വീടാണ്. പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ കിടന്നുറങ്ങി. ഇന്നലെ പാലക്കാട് നല്ല ചൂടായിരുന്നു. ഇപ്പോൾ ന്യൂസിലൊക്കെ കാണുന്നത് ഇന്നലെ കേരളത്തിലെ റെക്കോർഡ് ചൂടായിരുന്നു പാലക്കാട് നിന്നാണ്. ഇപ്പോൾ ഇവിടെ കണ്ണൂരും അത്യാവശ്യം നല്ല ചൂടുണ്ട്. പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി അവിടെ നമ്മുടെ കുടുംബ വീട്ടിൽ പോയി. ഉമ്മാടെ അടുത്ത് ഉമ്മാടെ ഉമ്മായും ഒക്കെ കാണാനായിട്ട് അവിടെ കുടുംബ വീട്ടിൽ പോയി. അപ്പോൾ നമ്മുടെ വണ്ടി പവറായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഷോക്കിൻ്റെ സീല് പോയോന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. ചെയിൻ സ്പ്രോക്കറ്റ് നാട്ടിൽ ചെന്ന് തുടങ്ങാൻ മാറേണ്ട അവസ്ഥയാണ്. പിന്നെ ടയറും അഫ്കോഴ്സ് മാറേണ്ട അവസ്ഥയിലാണ്. പക്ഷെ എന്തായാലും അങ്ങ് എത്തുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഹാഫ് ടാങ്ക് എണ്ണ കാണിക്കുന്നുണ്ട്. തിരിച്ചു പോകുമ്പോൾ മാഹി തന്നെ അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഒരു ഹെൽമെറ്റ് പൊട്ടിയത് നമുക്ക് കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് വരുമ്പോൾ NH വന്നുകൊണ്ടിരുന്നപ്പോൾ മാപ്പ് പറഞ്ഞു NH എക്സിറ്റ് റോഡ് എടുത്ത് കട്ട് ചെയ്ത് താഴെ ഇറങ്ങണം. അങ്ങനെ കട്ട് ചെയ്ത് താഴെ ഇറങ്ങിയ സമയത്ത് അവിടെ ഹമ്പ് പോലത്തെ സാധനം ഒരു 3-4 അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹമ്പ് പോലത്തെ അത് 3-4 അടുപ്പിച്ചിറങ്ങിയ പിന്നെ അത്യാവശ്യം നല്ല സ്പീഡിലാണ് വന്നത്. അപ്പോൾ അത് ചാടിയപ്പോൾ ഹെൽമെറ്റ് ബൈക്കിൻ്റെ സൈഡിലെ ഹുക്കിലാണ് കൊളുത്തിയിരുന്നത്. അപ്പോൾ ആ സൈഡ് ഹുക്കിൽ നിന്ന് ഹെൽമെറ്റ് താഴെ വീണിട്ട് അതിൻ്റെ ബക്കിളിങ്ങനെ പറഞ്ഞതുപോലെ അത് ഫുള്ള് പൊട്ടിയും കളയി വന്നു. അപ്പോൾ ഹെൽമെറ്റും ഇനി ഒരെണ്ണം വാങ്ങേണ്ട അവസ്ഥയാണ്. അത് ഫിക്സ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ ഉമ്മുമ്മ അടുത്ത് പോയി, അതായത് കുടുംബ വീട്ടിൽ പോയി. പിന്നെ എൻ്റെ മാമാടെ വീട്ടിൽ പോയി. ഇനിയിപ്പോൾ രണ്ടാമത്തെ മാമാടെ വൈഫിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് പിന്നെ ഇനി എൻ്റെ ഒരു പെങ്ങടെ വീട്ടിലേക്ക് പോകണം. പിന്നെ രാത്രിയും മറ്റൊരു മാമാടെ വീട്ടിൽ പോകണം. അങ്ങനെ ഇന്നത്തെ ഡേ ഫുള്ള് ഇവിടെ കുടുംബക്കാരെയൊക്കെ വീടുകളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് നാളെ നമുക്ക് കണ്ണൂർ ഇവിടെ ഒരു ചെറിയ ആവശ്യമുണ്ട്. അപ്പോൾ നാളെ സർക്കാർ സ്ഥാപനത്തിലാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. നാളെ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നാളെ ഉച്ചയ്ക്ക് തിരിച്ച് പാലക്കാടേക്ക് വേണം. ഫ്രണ്ട് പാലക്കാടാണല്ലോ. അപ്പോൾ തിരിച്ച് പാലക്കാട് പോയി പാലക്കാട് നിന്ന് അവനെ എടുത്തിട്ട് തിരിച്ച് ടൈം കിട്ടുകയാണെങ്കിൽ ഊട്ടിയിലോട്ടുകൂടെ പോകണം. ടൈം കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ പോകണം. മാക്സിമം വീട്ടിൽ പോകാനും ശ്രമിക്കും. ആവേശത്തിൽ ഇറങ്ങിയതാണ്. ഇപ്പോൾ ബൈക്ക് നല്ല പാടാണ് ഓടിക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. കിലോമീറ്റർ ഇപ്പോൾ 36,160 കിലോമീറ്ററാണ്. 61 കിലോമീറ്റർ ആയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഇരിക്കൂറിൽ നിന്ന് കണ്ണൂരേക്ക് പോകുന്ന റോഡിലാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. വീഡിയോ എടുക്കാൻ പറ്റാത്ത മെയിൻ റീസൺ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടും സ്റ്റാൻഡോ ക്യാമറ വെക്കുന്ന സാധനങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ല. ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അവനെ കൊണ്ട് എടുപ്പിക്കായിരുന്നു. പക്ഷേ എൻ്റെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ സ്ഥലങ്ങളുടെ ഒന്നും വീഡിയോ എടുക്കാത്തത്. പിന്നെ ജസ്റ്റ് പോകുന്നിടത്തെല്ലാം കുടുംബ വീട്ടിലൊക്കെ പോകുന്നുള്ളൂ, വേറെ എവിടെ അങ്ങനെ പോകുന്നില്ല. അതൊക്കെ കൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാത്തത്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക, സഹായിക്കുക. ഫ്യൂസായല്ലേ അല്ലേ?
ഇരുപത്താറല്ലേടാ? ബാക്ക് ലീക്കുണ്ടെന്ന് തോന്നുന്നു.